ഹലോ, വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു ദിവസം കുറേ കാലങ്ങളായിട്ട് ചെയ്യാണ്ടിരുന്ന ഒരു സ്കിൻ കെയറൊക്കെ ഞാനൊന്ന് പൊടി തട്ടിയെടുത്ത കേട്ടോ. രാവിലെ മോയ്സ്ചറും കുറച്ച് സൺസ്ക്രീനൊക്കെ ഇട്ടു. നിക്കു രാവിലെ തന്നെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആളവിടെ. അപ്പോഴുണ്ട് ഞങ്ങളുടെ മുറ്റത്ത് രാവിലെ തന്നെ 3 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്നെ കണ്ടത് 3 മയിലുകളാണ്, പെൺമയിലുകളാണ് കേട്ടോ. കുറച്ച് പേടിയുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ നമ്മൾ കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി. നിക്കുന് കാണിച്ചു കൊടുത്തപ്പോൾ നിക്കുന് വലിയ മൈൻഡൊന്നുമില്ല. എന്തൊക്കെ വന്നാലും അവളുടെ കാക്കകളുടെ അത്ര വരൂലെന്നാണ് അവൾ പറയുന്നത്. എന്നെ രാവിലെ കുറച്ച് നേരം ഞങ്ങൾ മയിലുകളുടെ ബാക്കിൽ നടന്ന് അത് പോയപ്പോഴുണ്ട് നിക്കുൻ്റെ മുത്തശ്ശൻ വിളിക്കുന്നു. അങ്ങനെ നിക്കു കുറച്ച് മുത്തശ്ശനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഞാൻ നേരെ നിക്കുന് കുറുക്കുണ്ടാക്കാനായിട്ട് കയറി കേട്ടോ. റാഗിയാണ് ഉണ്ടാക്കുന്നത്, റാഗി കൂരക് എന്നൊക്കെ പറയും. നമ്മുടെ കുറുക്ക് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നിക്കുവിൻ്റെ അപ്പൂപ്പനും കൂടെ കൂരകൊക്കെ തണുത്തതിന് ശേഷം അവളുടെ ബോട്ടിൽ നിറയ്ക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. നിക്കുത അടുത്ത് അമ്മമ്മയുടെ അടുത്ത് പോയിരിക്കുകയാണ്. അമ്മമ്മ പുട്ടിനുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പോയി നിൽക്കുവാണ്. എന്തെങ്കിലും കുറുമ്പ് കാണിക്കാനായിരിക്കും പോയി നിൽക്കുന്നേ. അങ്ങനെ ഞാൻ ദാ കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ അങ്ങ് അമ്മയുടെ ഏൽപ്പിച്ചു. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ അങ്ങനെയാണല്ലോ, ഭയങ്കര മടിയായിരിക്കുമല്ലോ. എല്ലാം അമ്മമാരുടെ കയ്യിലങ്ങ് ഏൽപ്പിക്കും. പെൺകുട്ടികളെല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലേ. അങ്ങനെതാ അമ്മമ്മ കൊണ്ട് നടന്ന് ഫുഡൊക്കെ കൊടുക്കുവാണ് നിക്കുന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. പുട്ടും ചിക്കൻ കറിയും പയർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിക്കുന് പുട്ട് ഓൾറെഡി ഒരിച്ചിരി ഇഷ്ടമുണ്ട്. അതുകൊണ്ട് നിക്കുനെയും കൂടെ അവിടെ പിടിച്ചിരിക്കും. ഇത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കണേന്ന് നിങ്ങൾ കണ്ടോ കേട്ടോ. അവിടെ മൊത്തം കുരുക്ഷേത്ര യുദ്ധഭൂമി പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കേട്ടോ, അവളിതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിക്കുന്നുണ്ട്, സ്വയം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ആള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി അമ്മയുടെ അപ്പൂപ്പൻ്റെയും ബാക്കിൽ നിന്ന്. പിന്നെ നിക്കു അങ്ങോട്ട് മാമൻ്റെ കട്ടിലോട്ട് കയറി. അവിടെ കയറി മാമൻ്റെ പേഴ്സും ഫോട്ടോസും ഒക്കെ എടുത്ത് ഒരു ബഹളം തന്നെയായിരുന്നു. എന്തോന്നാ നിക്കുനെയും കൂട്ടിയിട്ട് പുറത്തോട്ടിറങ്ങി, മുറ്റത്തോട്ട് ചിരപ്പൊക്കെ ഇടിച്ച് മുറ്റത്തോട്ടിറക്കി. അപ്പോഴുണ്ട് ഞങ്ങളുടെ അപ്പച്ചി അവിടെ റബ്ബർ പാൽ എടുത്തിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ അപ്പച്ചി താമസിക്കുന്നത്. അപ്പച്ചി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സഹോദരി. അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി കണ്ടത്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് മൈലാഞ്ചിയൊക്കെ അരച്ച് കയ്യിലിടാമെന്ന് കരുതി ഞാനിങ്ങനെ മൈലാഞ്ചിയൊക്കെ പൊട്ടിക്കുവാണ്. പൊട്ടിച്ചിട്ടെന്താ ഇടാൻ പറ്റിയില്ല, ഇടാനുള്ള ടൈം കിട്ടിയില്ല. നിക്കു അപ്പൂപ്പൻ്റെ തോളത്തേറി ഇരിക്കുവാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മ നിക്കുവിന് ഓറഞ്ച് ജ്യൂസ് കൊടുക്കുകയാണ് കേട്ടോ.
ആൾക്കത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. ആൾക്ക് സാധാരണ ഞാൻ ഓറഞ്ച് അല്ലുകളായിട്ടാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അമ്മ എൻ്റെ തലമുടിയിൽ എണ്ണ തേപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴുണ്ട് നിക്കു വന്നിട്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം പിടിച്ച് വലിച്ച് എന്നെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അതൊന്നും വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല. താഴെ വണ്ടിയിൽ ഗ്യാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിക്കുൻ്റെ അപ്പം ഗ്യാസ് എടുക്കാൻ പോയപ്പോൾ നിക്കുനും കൂടെ പോകണം. അങ്ങനെ അമ്മാമ്മ കൊണ്ട് പോയേക്കുവാണ് കേട്ടോ താഴോട്ട്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോഴും കൂട്ടത്തിൽ നിക്കുവിനെ ഇരുത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നിക്കു ഉറങ്ങി. നിക്കു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കൂട്ടത്തിൽ അവളെയും കൂടെ ഇരുത്തും. അപ്പം കുറച്ചൊക്കെ ആൾ വാരിക്കളയും കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോകുന്നതായിരുന്നേ. ഡാമിൽ പോയി അക്വേറിയമൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. നിക്കുവിന് ഫിഷിനെയൊക്കെ ഒന്ന് കാണിക്കാൻ നേരത്തെ ഞങ്ങൾ ഓട്ടയിൽ അങ്ങോട്ട് പോകുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അക്വേറിയത്തിൻ്റെ മുന്നിലെത്തി നിക്കുവിന് മീനിനെയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നല്ല ചൂടായിരുന്നു. അമ്മ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടിട്ട് ഒരു സലാഡ് പോലെയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു കേട്ടോ. വൃശ്ചിക മാസത്തിൽ 41 ദിവസത്തെ പൂജ ഉണ്ടായിരുന്നു. നിക്കുൻ്റെ പേരിൽ പൂജ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊക്കെ മേടിച്ചിട്ട് തിരികെ വന്ന് അങ്ങനെ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തിയപ്പോൾ അമ്മാമ്മ നിക്കുനെ കൊണ്ട് തൊഴിക്കുകയാണ്. സ്വാമിയെ തൊഴിക്കുകയാണ്. കണ്ണ് തപ്പി അവൾ ആ വിളക്കിൽ പിടിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ സ്വാമിയും തൊഴുതിട്ട് നിൽക്കുവാണ് അവിടെ. പിന്നെ അടുത്തതാ നിക്കുവിന് ഫുഡ് കൊടുക്കുന്നത് അത്ര പാടാണ്. രാത്രി അമ്മയിട്ട് ഓട്ടിക്കുകയാണ് അവള്. അമ്മ ബാക്കിൽ നടന്ന് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഉറങ്ങി. അപ്പോൾ ഉറങ്ങി കേട്ടാ. ഉമ്മ കൊടുക്കോ? അമ്മേ എന്നെ തൊട്ടോല്. അപ്പൂപ്പനായിട്ടുള്ള ബഹളമാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര വികൃതിയാണ്. എല്ലാവരെയും നന്നായിട്ട് ഉപദ്രവിക്കുള്ളൂ. നൈറ്റ് അച്ഛൻ ബിരിയാണി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. നിക്കു അതിന് മുന്നേ ഉറങ്ങിട്ടോ. ഈ ബഹളവും വികൃതിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾ ക്ഷീണിച്ചങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.